ടി.പി. ചന്ദ്രശേഖരന്റെ 13ാം രക്തസാക്ഷിത്വ ദിനം ഇന്നാണ്. മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് മേൽ ആഴത്തിൽ പതിച്ച 51 വെട്ടുകൾ. പകയും അസഹിഷ്ണുതയും രാഷ്ട്രീയ അന്ധതയും ഒരുമിച്ച ടി.പി. വധത്തോളം കേരളത്തെ കുലുക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ല എന്ന് തന്നെ പറയാം. ജീവിച്ചിരിക്കുന്ന ടി.പിയേക്കാൾ കരുത്തനാണ് മരിച്ച ടി.പി. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു കേരള രാഷ്ട്രീയ രംഗത്തെ കഴിഞ്ഞ കാല കാഴ്ചകൾ. CPM-നെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ല. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി.പി. വധം ചർച്ചയായി. 2012 മെയ് 4-നാണ് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാവ് വെച്ച് ഒരു സംഘം അക്രമികൾ ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 51 വെട്ടുകളാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് പിന്നീട് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയം ടി.പിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന ആരോപണം വ്യാപകമായി ഉയർന്നു. CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് അദ്ദേഹം 2009 പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഥവാ RMP രൂപീകരിക്കുകയും ചെയ്തു. വളരെ ജനസമ്മതനായിരുന്ന ടി.പി. ചന്ദ്രശേഖരന്റെ ഈ നീക്കം CPM-ന് വലിയ തലവേദന സൃഷ്ടിച്ചു. ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം CPM-ന് നഷ്ടമായി. ഇതോടെ ടി.പിയുടെ വധത്തിന് പിന്നിൽ CPM ആണെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ടി.പി കേസ് വീണ്ടും ചർച്ചയായി. വിചാരണ കോടതി വിട്ടയച്ച 2 പേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി.പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത്. ഇനി ഈ കേസിന്റെ നാൾ വഴികൾ കൂടി പരിശോധിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2012 മെയ് 4 രാത്രി 10:15 വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ ടി.പി. ചന്ദ്രശേഖരന്റെ ബൈക്കിൽ ഇന്നോവ കാർ ഇടിപ്പിച്ച ശേഷം വെട്ടിക്കൊന്നു. ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷമുണ്ടാക്കി. മെയ് 5 ക്രൈംബ്രാഞ്ച് ADGP വിൽസൺ M. പോളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ടാക്കി കാർ കണ്ടെത്തി. മെയ് 14 ക്രൈംബ്രാഞ്ച് DYSP KV സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു. മെയ് 15 കൊലയ്ക്കുള്ള വാൾ കിണറ്റിൽ കൊണ്ടിട്ട ബാബു പ്രദീപ് അറസ്റ്റിലായി. മെയ് 16 CPM നേതാവ് KC രാമചന്ദ്രൻ അറസ്റ്റിലായി. മെയ് 17 കൂത്തുപറമ്പ് CPM ഏരിയ ഓഫീസിലെ സെക്രട്ടറി ബാബു കസ്റ്റഡിയിൽ. കണ്ണൂർ കുന്നോത്തുപറമ്പ് CPM ബ്രാഞ്ച് സെക്രട്ടറി വടക്കയിൽ മനോജ് അടക്കം 2 പേർ പിടിയിൽ. മെയ് 19 CPM കുന്നത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു അറസ്റ്റിൽ. മെയ് 21 പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദനു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ്. 23 കൊല നടത്തിയെന്ന് കണ്ടെത്തിയ അണ്ണൻ എന്ന സിജിത്ത് അറസ്റ്റിലായി. മെയ് 24 ഒഞ്ചിയം ഏരിയ സെക്രട്ടറി CH അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ എന്നിവർ അറസ്റ്റിൽ. മെയ് 30 പ്രതി റഫീഖ് വടകര SP ഓഫീസിൽ ഹാജരാകുന്നു. ഓഗസ്റ്റ് 13 76 പേരെ പ്രതിയാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. ഒക്ടോബർ 9 കേസ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ജൂലൈ 31 വിധി പറയണം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശവും വന്നു. നവംബർ 15 മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് തുടക്കമിടുന്നു. ഡിസംബർ 15 തെളിവില്ലാത്തതിനാൽ 18 പേരെ ഒഴിവാക്കണം എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. 2013 ഫെബ്രുവരി 11 സാക്ഷി വിസ്താരം തുടങ്ങി. വിചാരണ നിർത്തിവെക്കാനുള്ള അപേക്ഷ കോടതി തള്ളി. ഫെബ്രുവരി 13 ആയുധങ്ങളും കാറും സാക്ഷികൾ തിരിച്ചറിഞ്ഞു. ഫെബ്രുവരി 25 ടി.പി. CPM വിട്ടതാണ് കൊലയ്ക്ക് കാരണം എന്ന് കാട്ടി ഭാര്യ KK രമ കോടതിയിൽ 5ാം സാക്ഷിയായി മൊഴി നൽകി. മാർച്ച് 6 9ാം സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 18 PK കുഞ്ഞനന്ദനടക്കം 2 പ്രതികളെ സുരക്ഷാ കാരണങ്ങളാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോഴിക്കോട് ജയിലിലേക്ക് മാറ്റി. മെയ് 9 P. മോഹനൻ ഓർക്കാറ്റേരിയിൽ പൂക്കടയിൽ ഗൂഢാലോചന നടത്തിയെന്ന് 126ാം സാക്ഷിയുടെ മൊഴി. മെയ് 13 റിമാൻഡിൽ കഴിയുന്ന P. മോഹനന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജൂൺ 23 കൂറുമാറിയ പോലീസ് ട്രെയിനി M. നവീന് സസ്പെൻഷൻ. ജൂലൈ 31 സാക്ഷി വിസ്താരം പൂർത്തിയാകുന്നു. സെപ്റ്റംബർ 11
CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ അടക്കം 20 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ്. സെപ്റ്റംബർ 24 പ്രതിഭാഗം സാക്ഷി വിസ്താരം തുടങ്ങി. ഒക്ടോബർ 30 അന്തിമവാദം തുടങ്ങി. ഡിസംബർ 20 അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റി. 2014 ജനുവരി 1 കൂറുമാറിയ 6 സാക്ഷികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷന്റെ ഹർജി. ജനുവരി 22 12 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 24 പേരെ വെറുതെ വിട്ടു. ജനുവരി 28 12-ൽ 11 പ്രതികൾക്കും ജീവപര്യന്തവും 31-ാം പ്രതിക്ക് 3 കൊല്ലം തടവും. 2023 സെപ്റ്റംബർ 4 അപ്പീലുകളിൽ ഹൈക്കോടതിയിൽ വാദം തുടങ്ങി. 2024 ഫെബ്രുവരി 19 ശിക്ഷിക്കപ്പെട്ട 12 പ്രതികൾ വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. ഒഞ്ചിയം CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ടത് കോടതി റദ്ദാക്കി. കോടതിയുടെ ഈ വിധി വന്നതാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM പട്ടിക പുറത്തിറക്കിയ അതേ ദിവസവും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും TP കേസ് വീണ്ടും ചർച്ചയായി. RMPയുടെ രൂപീകരണ ശേഷം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ വടകരയിൽ CPM KK ശൈലജയ്ക്ക് ആദ്യം നേരിടേണ്ടി വന്നതും TPയുടെ രാഷ്ട്രീയമുയർത്തിയ വെല്ലുവിളി തന്നെ. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനൽ അണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടാകില്ല. വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഇത് നിർണായകമായി. TP വധ ഗൂഢാലോചന കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്ന ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്.